പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി, ആദ്യം മുതലേ ഒന്നേക്ക് തന്നെ ആമീൻ. ദ ട്രൂ ഫെയ്ത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഞാൻ യാക്കോബായ സഭയിലെ ആലുക്കൽ കോർ എപ്പിസ്കോപ്പ്. സത്യവിശ്വാസം സംബന്ധിച്ച കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്, നിങ്ങൾക്കറിയാം. ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പള്ളികളിലെ ഭിത്തികളിന്മേൽ വളരെ പൊക്കത്തിലാണ് ജനലുകൾ പിടിപ്പിക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്നാണ്. ഞാൻ പഴയ പള്ളികളുടെ കാര്യങ്ങളാണ് പറയുന്നത്. പുതിയ പള്ളികളിലൊക്കെ ആ തത്വം അവർ സ്വീകരിച്ചിട്ടില്ല. അറിവില്ലായ്മ കൊണ്ടാണോ എന്താണെന്ന് അറിയില്ല. അതിന് പ്ലാൻ വരയ്ക്കുന്ന ആളുകൾക്കൊന്നും അതിനെപ്പറ്റി വലിയ വിഷയം ഉണ്ടാവില്ല. എന്നാൽ പഴയ പള്ളികളിലൊക്കെ ഈ ജനലുകൾ പള്ളിയുടെ ഭിത്തിയിലൊക്കെ ഉയർത്തിയാണ് പിടിപ്പിക്കുന്നത്. പള്ളികളിൽ നടക്കുന്നത് ആരാധനയാണ്. പ്രധാനമായിട്ട് പ്രാർത്ഥനകളുണ്ട്. നമ്മുടെ വിശുദ്ധ കുർബാന രഹസ്യമാണെന്ന് പറയും. രഹസ്യം രഹസ്യം ഉടയോനോദി രഹസ്യമെനിക്കും എൻ വീട്ടുകാർക്കും. സഹായിക്ക് പ്രത്യേകിച്ച് നമ്മൾ പാടുന്ന ഗീതം അതാണ്. കർത്താവിൻ്റെ മനുഷ്യാവതാരം തന്നെ ഒരു രഹസ്യമാണ്. അത് അത്ര നമുക്കതൊന്നും നമ്മുടെ ബുദ്ധി കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നതല്ല. അത് ദൈവം മനുഷ്യനായിട്ട് ഭൂമിയിലേക്ക് വരിക, അത് ചിന്തിക്കാൻ പോലും സാധ്യമല്ല. പക്ഷേ അത് സംഭവിച്ചു, അതാണ് സത്യം. ദൈവം ഒരു രഹസ്യം എന്ന് പറയുന്ന പോലെ മനുഷ്യാവതാരം ഒരു രഹസ്യമാണ്. വിശുദ്ധ കുർബാനയും കൂദാശകളൊക്കെ രഹസ്യമാണ്. വിശുദ്ധ കുർബാനയിൽ പരസ്യമായിട്ട് ആരംഭിക്കുമ്പോൾ കർത്താവിൻ്റെ ജനനം മുതൽ അവൻ്റെ രണ്ടാമത്തെ വരവ് വരെയുള്ള കാര്യങ്ങളാണ് വിശുദ്ധ കുർബാനയിൽ പ്രഘോഷിക്കപ്പെടുന്നത്. പൗലോസ്ലീഹ എന്ന് പറഞ്ഞിട്ടുണ്ട്, വിശുദ്ധ കുർബാനയിൽ അവൻ്റെ മരണത്തെ നാം പ്രഘോഷിക്കുന്നു എന്ന് പറയും. അപ്പോൾ വലിയ രഹസ്യമാണ് അത്. അപ്പവും മീഞ്ഞും എങ്ങനെ കർത്താവിൻ്റെ ശരീര രക്തങ്ങളായി തീരുന്നു എന്നുള്ളൊരു പ്രധാന സംഗതി തന്നെയാണ്. അത് രഹസ്യമാണ്. കർത്താവ് പറഞ്ഞു, ഇതെൻ്റെ ശരീരം, ഇതെൻ്റെ രക്തം. അത് വിശ്വസിക്കാൻ പറ്റണമെങ്കിൽ കർത്താവിൽ വിശ്വാസമുള്ളവരെ അത് വിശ്വസിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ മാമോദിസ വാങ്ങിയ സഭയിൽ ചേർന്നവന് മാത്രമേ അത് വിശ്വസിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് സഭയിലുള്ള ആളുകൾ അല്ലെങ്കിൽ വിശ്വാസികൾക്ക് മാത്രമാണ് ഈ കുർബാനയിൽ സംബന്ധിക്കാനും അത് കേൾക്കാനും പാടുള്ളൂ. കർത്താവ് വിശുദ്ധ കുർബാന സ്ഥാപിച്ചപ്പോൾ നമുക്കറിയാം, പഴയ നിയമപുസ്തകം പൂർത്തിയാക്കി സിഹോൻ മാളികയിലിരുന്നേ. അത് അത്താഴ വിരുന്നെന്ന് പറയുന്ന അതാണ്. പഴയ നിയമപുസ്തകം അത്താഴ വിരുന്ന്. വിശുദ്ധ കുർബാനയെ അത്താഴ വിരുന്നെന്ന് പറയാൻ പറ്റില്ല. ചില സഭകളെന്ന് പറയുന്നുണ്ട്, നമുക്കത് പറയാൻ പറ്റില്ല. വിശുദ്ധ കുർബാനയ്ക്ക് വിശുദ്ധ കുർബാന എന്നല്ലാതെ വേറെ പേരില്ല. ഒരു പേരും അതിന് യോജിക്കുകയില്ല. മർക്കോസിന്റെ മാലയുടെ മേൽത്തട്ടിൽ കയറി അവിടെ വെച്ച് ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി വിശുദ്ധ കുർബാന സ്ഥാപിച്ച് വിശുദ്ധ കുർബാന അവർക്ക് കൊടുത്തു. അവരത് ഭക്ഷിച്ചു, അല്ലെങ്കിൽ അനുഭവിച്ചു. വിശുദ്ധ കുർബാന ഭക്ഷിച്ചു എന്നല്ല, വിശുദ്ധ കുർബാന അനുഭവിച്ചു എന്ന് തന്നെ പറയണമെന്നാണ് പിതാക്കന്മാർ പഠിപ്പിക്കുന്നത്. പത്രപാത്രം രഹസ്യമായതുകൊണ്ടായിരിക്കണമല്ലോ അവൻ മേൽമാലയിൽ കയറി ഈ 12 ശിഷ്യന്മാരെ അല്ലാതെ വേറെ ഒരുത്തരും വിളിച്ചില്ല. അപ്പം വയ്ക്കുമ്പോഴും തൻ്റെ കൂടെ ഉണ്ട്, കന്യാസ്വാമിയും വിളിച്ചില്ല. അതൊരു രഹസ്യമാണ്. ജീവന്റെയും രക്ഷയുടെയും മർമ്മം അടങ്ങിയിരിക്കുന്ന പുളിപ്പുള്ള അപ്പം എടുത്ത് വാഴ്ത്തി ശുദ്ധീകരിച്ചിട്ട് പറഞ്ഞു, ഇതെൻ്റെ ശരീരമാണ്. വീഞ്ഞ് വാഴ്ത്തിയിട്ട് പറഞ്ഞു, ഇതെൻ്റെ രക്തമാണ്. കടങ്ങളുടെ മോചനത്തിന്, പാപങ്ങളുടെ പരിഹാരത്തിന്, നിത്യജീവന് ഇത് നിങ്ങൾ ഭക്ഷിക്കണം. ഇത് വിശ്വസിക്കാൻ എന്താ ബുദ്ധിമുട്ട്? കർത്താവല്ല പറഞ്ഞത്. ചിലർ ഇതിനെ പ്രതീകമായിട്ടാണ് കാണുന്നു.
കർത്താവിൻ്റെ ശരീരത്തിൻ്റെയും രക്തത്തിൻ്റെയും പ്രതീകം. അവൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി അത് ചെയ്തേക്കാം. കുറച്ച് ബണ്ണും കുറച്ച് നാരങ്ങാതെ വെള്ളവും കൊണ്ടുവന്ന് വെച്ചിട്ട് മൂടി വെച്ചിട്ട് പ്രസംഗം കഴിയുമ്പോൾ അതെടുത്ത് ഭക്ഷിക്കുന്നതൊന്നും കർത്തൃമേശ എന്ന് പറഞ്ഞു കഴിക്കണം. അതൊന്നും വിശുദ്ധ കുർബാനയാവില്ല. ഇതെൻ്റെ ശരീരമാണെന്ന് പറഞ്ഞാൽ കർത്താവ പറഞ്ഞത് അത് വിശ്വസിക്കുക. നിങ്ങൾ പൊയ്ക്കോ എന്ന് പറഞ്ഞില്ലേ, ഇത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. നിങ്ങളും പൊക്കോ എന്ന് പറഞ്ഞു പത്രോസ് എന്ന് പറഞ്ഞ് ഞങ്ങളെവിടെ പോവാൻ? ജീവൻ്റെ വചനം അങ്ങയുടെ പക്കലുണ്ട്. ഞങ്ങൾക്ക് അതാണ് ആവശ്യം. അപ്പോൾ വളരെ രഹസ്യമായിട്ടാണ് ഇത് കർത്താവ് സ്ഥാപിച്ചത്. ആ രഹസ്യം ഉൾക്കൊള്ളാൻ വിശ്വാസികൾക്ക് പറ്റൂ. ആ രഹസ്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഇത് കർത്താവിൻ്റെ ശരീര രക്തങ്ങളാണെന്ന് പൂർണ്ണമായും 101% വിശ്വസിച്ച് മാത്രമേ അത് അനുഭവിക്കാവൂ. എന്നാലേ അതിന് രക്ഷയുള്ളൂ. പഴയ നിയമകാലങ്ങളിൽ, പഴയ നിയമം എന്ന് പറഞ്ഞാൽ കുറച്ച് കൊല്ലങ്ങൾക്കൊക്കെ മുമ്പ്, വിശ്വാസപ്രമാണം വരെ പുറജാതികൾക്ക് മണ്ഡലത്തിൽ നിന്ന് പ്രാർത്ഥനയിലൊക്കെ സംബന്ധിക്കാം. വിശ്വാസപ്രമാണം കഴിഞ്ഞ് ആ സമയത്ത് ധൂപം വീശി ശുശ്രൂഷക്കാരൻ വരുമ്പോൾ ആദ്യം വടക്ക് ഭാഗത്തു നിന്ന് വീശിയാണ് മാറ്റുന്നത്. അപ്പം ആ വാതിലുകളൊക്കെ അടച്ച്, ജനലുകളൊക്കെ അടച്ച്, പടിഞ്ഞാറേ വാതിലും അടച്ച്, തെക്ക് വശത്ത് വരുമ്പോൾ തെക്ക് വശത്തെ വാതിലും അടച്ച് മതയിലേക്ക് ഇറങ്ങണം. എന്നിട്ട് പറയും സ്തോമിൻ ഗാലോസ്, എല്ലാവരും നല്ലവണ്ണം നിന്ന് ശ്രദ്ധിക്കുവിൻ, വചനം കുറിയയിലായി സോ. അത് രഹസ്യമായിട്ട എല്ലാ ജനലും വാതിലുകളും മുൻവശത്തെ വാതിലും അടച്ചിട്ട് വേണം. ഇനി പട്ടക്കാരൻ ദർഗായിൽ കയറി അനാഫോർ ആരംഭിക്കുകയാണ്. വിശുദ്ധ കുർബാനയുടെ ശരിക്കുള്ള ആരംഭം അതാണ്. അതേവരെയും ഒരുക്ക പ്രാർത്ഥനകളായിരുന്നു. അങ്ങനെ രഹസ്യമായതുകൊണ്ടാണ് വിശുദ്ധ കുർബാന നടക്കുമ്പോൾ ആരും ജനലിൽ കൂടി ഒളിഞ്ഞു നോക്കാൻ പാടില്ല, കേൾക്കാനും പാടില്ല, കാണാനും പാടില്ല. മൈക്കൊക്കെ വെച്ച് ചെയ്യുമ്പോൾ കേൾക്കും, പക്ഷെ എന്നാലും കാണാൻ അനുവാദമില്ല. അപ്പം അങ്ങനെ പുറജാതികൾ വന്ന്, അല്ലെങ്കിൽ വിശ്വാസികളല്ലാത്തവർ വന്ന് ജനലിൽ കൂടി ഇങ്ങനെ ഏങ്ങി വലിച്ച് ഒഴിഞ്ഞ് നോക്കരുത്. ജനൽ പൊക്കത്തിൽ വെച്ചാൽ പിന്നെ വിഷയമില്ലല്ലോ, അവർക്ക് നോക്കാൻ പറ്റില്ല. അത്രമാത്രം ജീവൻ്റെയും രക്ഷയുടെയും മർമ്മം അടങ്ങിയിരിക്കുന്ന വിശുദ്ധ കുർബാന അത് വിശ്വാസികൾക്ക് മാത്രമുള്ളതാണ്. പ്രജാതികൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവരെ വിശ്വാസികളാക്കി ഇതിൽ സംബന്ധിപ്പിക്കേണ്ടത് നമ്മുടെ കടമയാണ്, അവരുടെ കടമയല്ല. അതിനാണ് നമ്മൾ സുവിശേഷ യോഗങ്ങളും പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത്. അത് നടത്തി അവരെ ഈ രക്ഷയുടെ മാർഗത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ശേഷം ഈ രഹസ്യം അവർക്ക് ബോധ്യപ്പെട്ടാൽ മാത്രം മാമോദീസ മുക്കി അവരെ സഭയിലേക്ക് ചേർക്കുന്നു. പക്ഷെ കൊച്ചുകുട്ടികൾക്ക് കർത്താവിൻ്റെ ക്രൂശ് മരണം മൂലം ആ വിശ്വാസവും രക്ഷയും ആ പ്രത്യാശയും അവരിൽ അന്തർലീനമായിരിക്കുന്നത് കൊണ്ട് അവരെ മാമോദീസ മുക്കുന്നതിന് തടസ്സമില്ല. ആ വിശ്വാസം ഏറ്റുപറയാൻ തലതൊട്ടപ്പന്മാരും ഉണ്ടായിരിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ ക്രൂശ് മരണം അതിനുള്ളതാണ്. എല്ലാവർക്കും രക്ഷ കിട്ടാനാണ്. ശിശുക്കളിലും ആ രക്ഷയുടെ അനുഭവങ്ങൾ കിടപ്പുണ്ട്. അവർക്കത് പറയാൻ വയ്യെന്ന് മാത്രമേ ഉള്ളൂ. ശിശുക്കളെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ യഹൂദന്മാർ കൊണ്ടുവന്നു. വേണ്ട, അവരിപ്പൊക്കെ അവർക്ക് പ്രായമാവട്ടെ എന്ന് കർത്താവ് പറഞ്ഞല്ലോ. കർത്താവ് അവരുടെ തലമേൽ കൈവച്ച് അനുഗ്രഹിച്ചവർ ഒക്കെ വേദസ്വരുള്ള വചനങ്ങളല്ലേ. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. കനാനാകാരിയുടെ മകളെ അമ്മയുടെ വിശ്വാസം കൊണ്ട് ആ മകളെ കർത്താവ് രോഗസൗഖ്യം കൊടുത്ത് രക്ഷിക്കുകയാണ്. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് ആ ഭാഗത്ത് നടക്കുന്നത്. അപ്പോൾ വിശുദ്ധ കുർബാന രഹസ്യമാണ്. ആ രഹസ്യത്തിൽ സംബന്ധിക്കാത്തക്കവണ്ണം ഒരുക്കങ്ങൾ നടത്തി അത് രഹസ്യമായിട്ടായിരിക്കും വേണം.
പരസ്യമായിട്ട് ചെയ്യാൻ പാടില്ലെന്നും പ്രാർത്ഥിക്കാൻ പാടില്ല എന്നല്ല ഞാൻ പറഞ്ഞു. പ്രജാതികളുടെ കൂടി പ്രാർത്ഥിക്കുകയല്ല വേണ്ടത്. വിശ്വാസികളുടെ കൂട്ടത്തിൽ പ്രാർത്ഥിച്ച് അതിനുവേണ്ടി ഒരുങ്ങി വിശുദ്ധ കുമ്പസാരം നടത്തണമെങ്കിൽ നടത്തി 40 ദിവസത്തിനുള്ളിൽ വിശുദ്ധ കുമ്പസാരം നടത്തണം. ഒരുങ്ങി പള്ളിയിലേക്ക് വരുമ്പോൾ തന്നെ അത് ഇതൊക്കെ വർത്തമാനം പറഞ്ഞ് വരാൻ പാടില്ല. ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ട്. 84-ാം സങ്കീർത്തനം ചൊല്ലിക്കൊണ്ടാണ് യഹൂദന്മാർ യെരൂശലേം ദേവാലയത്തിൽ വന്നുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ അനുദപിച്ച് പ്രാർത്ഥിച്ച് മാനസാന്തരത്തിൻ്റെ അനുഭവത്തിൽ വന്ന് മസ്മൂറകളൊക്കെ ചൊല്ലി വേണം വിശുദ്ധ കുർബാന സംബന്ധിക്കാൻ വരാൻ. കാരണം ഇത് പരിപൂർണമായിട്ടും രഹസ്യമാണ്. അതിൽ സംബന്ധിക്കാനുള്ള ഭാഗ്യം നമുക്ക് ദൈവം തന്നിരിക്കുകയാണെന്ന് ഓർത്തുകൊണ്ട് അതിൻ്റെ ഗൗരവത്തോടുകൂടി വീക്ഷിച്ച് വിശുദ്ധ കുർബാനയെ സംബന്ധിക്കണം എന്ന് ഓർമ്മിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.